നമസ്കാരം. ഇങ്ങനെ പേടിച്ചാലോ ഷാഫി? വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറാണെന്ന് കേട്ടപ്പോഴേ തുടങ്ങിയതാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ, UDF ക്യാമ്പുകളിൽ കോൺഗ്രസ് നേതാക്കളുടെ നെഞ്ചുവേദന. KK ശൈലജ ടീച്ചറിനെതിരെ മത്സരിക്കാൻ കോൺഗ്രസ് നേതാക്കളെ കിട്ടാനില്ല. ആർക്കും വടകര വേണ്ട എന്ന് പറഞ്ഞത് K മുരളീധരനാണ്. ആദ്യം മുരളീധരൻ മത്സരിക്കാൻ ചെല്ലുന്നു, പിന്നെ വേണ്ട നമുക്ക് ഷാഫിനെ ഇറക്കാം എന്ന് പറഞ്ഞ് ഷാഫി പറമ്പിലിനെ അങ്ങ് അവസാനം നിശ്ചയിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. അങ്ങനെ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വടകരയിലെത്തിയപ്പോൾ ഷാഫി എന്താണ് കണ്ടത്? അയ്യോ, നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പ്രവർത്തകരുടെ കൂട്ടം. ഷാഫി വിചാരിച്ചു, ആഹാ, ഇവർ മുഴുവൻ എന്നെ കാണാൻ വന്നായിരിക്കുന്നു. അതെ, ഷാഫിനെ കാണാൻ വന്നാണ്. എങ്ങനെയാണെന്ന് അറിയട്ടെ. അതായത് ഓരോ ബൂത്തിലേക്കും വിളിച്ചു പറഞ്ഞു ഷാഫി വരുന്നുണ്ട്, സ്ഥാനാർത്ഥി വരുന്നുണ്ട്, വലിയ ഫോട്ടോഷൂട്ട് നമ്മൾ നടത്തുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ബൂത്തിൽ നിന്നും ഇത്ര ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നു. അവസാനം പരിപാടി കഴിഞ്ഞപ്പോൾ അവർ കാലിയായിട്ട് പോയി. ഷാഫി വിചാരിച്ചു, ഇതൊക്കെ എനിക്കുള്ള ഓട്ടാണ്, ഞാൻ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോവുകയാണെന്ന്. അതിൻ്റെ പിറ്റേ ദിവസമാണ് പൗരത്വ ഭേദഗതി ബില്ല് ചട്ടം വിജ്ഞാപനം ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. പിറ്റേ ദിവസം KK ശൈലജ ടീച്ചർ ഒരു നൈറ്റ് മാർച്ച് നടത്തുകയാണ് ന്യൂനപക്ഷത്തിന് വേണ്ടി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ KK ശൈലജ ടീച്ചർ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് മോദി സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നേറിയപ്പോൾ പിന്നിൽ അണിനിരന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. അത് കണ്ട് ഷാഫി പറമ്പിലിൻ്റെ കിളി പോയി. അപ്പോഴാണ് ഷാഫിക്ക് ഒരു കാര്യം മനസ്സിലായത്. വടകരയ്ക്ക് KK ശൈലജ ടീച്ചർ ആരാണെന്നും ശൈലജ ടീച്ചർക്ക് വടകര എന്താണെന്നും. അത് കണ്ടപ്പോൾ മുതൽ ഈ UDF ക്യാമ്പിൽ നിന്ന് തുടങ്ങിയതാണ് KK ശൈലജ ടീച്ചറിനെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ. ഇപ്പം എന്താണ് കാണുന്നത്? UDF സൈബർ ക്യാമ്പുകളിൽ നിന്ന് സൈബർ കൊങ്ങികൾ KK ശൈലജ ടീച്ചറിനെതിരെ ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുകയാണ്, കളിയാക്കുകയാണ്, വ്യക്തിഹത്യ ചെയ്യുകയാണ്. കോവിഡ് റാണി, കിറ്റ് റാണി എന്നൊക്കെ തുടങ്ങി ഒരു സ്ത്രീയെ, ഒരമ്മയെ, ഒരു ടീച്ചറിനെ UDFിൻ്റെ ഈ സൈബർ കൊങ്ങികൾ വിളിക്കുന്ന അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന കാഴ്ചകൾ കാണുമ്പോൾ കഷ്ടം എന്നല്ലാതെ ഷാഫിയോടും ഷാഫിയുടെ കൂട്ടുകാരോടും എന്തു പറയാൻ. പേടിപ്പനി മൂത്ത് UDFിൻ്റെ സൈബർ ക്യാമ്പുകളിൽ നിന്ന് KK ശൈലജ ടീച്ചറിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിഹത്യ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ്. ഇല്ലാത്ത ചില പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. അല്ലെങ്കിലും കോൺഗ്രസിന് ആകെ അറിയാവുന്നത് നുണ പറഞ്ഞ് നടക്കാനും വ്യാജ പ്രചരണങ്ങൾ നടത്താനുമാണല്ലോ. അതിൽ മുൻപന്തിയിലാണല്ലോ സതീശൻ. പിന്നെ നമ്മുടെ ഊത്തന്മാരുടെ വ്യാജ മാങ്കൂട്ടത്തിൻ്റെ കാര്യവും പറയേണ്ട കാര്യമില്ല. അങ്ങനെ മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ ഇവർക്ക് ആകെ അറിയാവുന്ന പണി ഇതാണ്. കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതാണല്ലോ, സ്വന്തം ജീവൻ പോലും നോക്കാതെ സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് KK ശൈലജ ടീച്ചർ നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമായിരുന്നു. രാജ്യത്തിന് മാത്രമല്ല, ലോകത്തിന് തന്നെ. അതുകൊണ്ടാണല്ലോ ലോകരാജ്യങ്ങൾ ബഹുമതി കൊടുത്ത്, അതായത് ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് കോവിഡ് സമയത്ത് KK ശൈലജ ടീച്ചർ നടത്തിയ പ്രവർത്തനത്തിന് ബഹുമതി കൊടുത്ത് ആദരിച്ചത്. അങ്ങനെ ഒരു ടീച്ചറെ, അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകയെ ആണ് ഈ UDFിൻ്റെ സൈബർ കൊങ്ങികൾ ഇല്ലാത്ത ചില വ്യാജ പ്രചരണങ്ങളിലൂടെ കടന്നാക്രമണം നടത്തുന്നത്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത്. KK ശൈലജ ടീച്ചറിനെതിരെ എന്തൊക്കെ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയാലും വടകരയിലുള്ള ജനങ്ങൾക്കല്ല, ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും KK ശൈലജ ടീച്ചറിനെ നന്നായിട്ട് അറിയാം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന LDF സ്ഥാനാർത്ഥികളിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ജയിച്ചു പോകുന്ന സ്ഥാനാർത്ഥി അത് KK ശൈലജ ടീച്ചറായിരിക്കും. എഴുതി വെച്ചോളൂ. ഷാഫി പറമ്പിൽ നേരിടാൻ പോകുക കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു തോൽവിയായിരിക്കും, റെക്കോർഡ് തോൽവിയായിരിക്കും ഷാഫി പറമ്പിൽ ഒരുപക്ഷെ നേരിടാൻ പോവുക. കാരണം ഈ സൈബർ കൊങ്ങികളെ വെച്ചുകൊണ്ട് നടത്തുന്ന ഈ അറ്റാക്കുകളൊക്കെ ഷാഫിക്ക് തന്നെ വലിയ പാരയായി മാറും. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഈ സ്ഥാനാർത്ഥിക്ക് അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടായി കിട്ടുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനൊക്കെ പിന്നിൽ മറ്റ് വ്യാജ മാങ്കൂട്ടവും ടീംസും ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല കേട്ടോ. അല്ലെങ്കിലും ഇലക്ഷൻ അടുക്കുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ചില വിക്രിയകളുണ്ടല്ലോ, അതിന്റെ ഭാഗമൊക്കെ ആയിരിക്കും ഇതൊക്കെ. പക്ഷേ ഈ തരം ഉടായ്പ് വേലയുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടയും എന്ന് വിചാരിച്ചാണ് ഷോഫിയും പിള്ളേരും ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ മോനെ ഷോഫി, ഇത്തവണ ട്രോഫിയായിട്ട് അങ്ങ് പോകാൻ പോകുന്നത് KK ശൈലജ ടീച്ചറാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് KK ശൈലജ ടീച്ചറിന് തന്നെ മുൻതൂക്കമെന്നാണ്. KK ശൈലജ ടീച്ചറിന്റെ അടുത്ത് പോലും ഷാഫി പറമ്പിൽ എത്താൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഷാഫിക്ക് നന്നായി അറിയാമത്തെ. അതുകൊണ്ടാണല്ലോ അവിടെയാണ് ഷാഫി പറമ്പിൽ മത്സരിക്കേണ്ടതെന്ന് UDFിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ
അവിടെ മത്സരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന രീതിയിൽ ഷാഫി പറമ്പിൽ എനിക്ക് പാലക്കാട് മതി എന്ന് പറഞ്ഞൊതുക്കിയത്. എന്തായാലും കെ ശൈലജ ടീച്ചർ ലോക്സഭയിലേക്ക് പോകേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഒന്നൊന്നായി ചോദിക്കാനും കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ ശബ്ദമുയർത്താനും കെ ശൈലജ ടീച്ചറിനെ കഴിയും. ശൈലജ ടീച്ചർ അത് പലവട്ടം നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന രീതിയിൽ 100% സക്സസ് ആണ്. ജനങ്ങളെ സേവിക്കുന്ന കാര്യത്തിലും നമ്പർ 1 ആണ്. അങ്ങനെ കെ ശൈലജ ടീച്ചറുടെ പെർഫോമൻസ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കൊള്ളില്ല, മോശം എന്നൊന്നും പറയാൻ പാകത്തിന് ഒന്നും തന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് നന്നായി തന്നെ അറിയാം 18 പേര് ഇവിടെ നിന്ന് ജയിച്ചു പോയവർക്ക് ഒരു കാര്യം പോലും കേരളത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നന്നായിട്ടറിയാം. അപ്പോൾ അതൊന്നും ജനം ചർച്ച ചെയ്യാതിരിക്കാൻ, ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് സതീശനും ഈ പറയുന്ന കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പച്ചക്കള്ളം പടച്ചു വിട്ടില്ല സതീശൻ, കയ്യോടെ പിടികൂടിയില്ല അതായത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായിട്ട് EP ജയരാജന്റെ കുടുംബത്തിനും EP ജയരാജനും ഒക്കെ വലിയ ബന്ധമാണത്രേ, ബിസിനസ് പങ്കാളികളാണത്രേ. അതുവഴി BJP വളർത്തുകയാണ് EP ജയരാജൻ എന്നൊക്കെ രീതിയിലൊരു പച്ചക്കള്ളം. എൻ്റെ കയ്യിൽ തെളിവുണ്ട്, ചിത്രമുണ്ട്, ഞാൻ പുറത്തു വിടുമെന്ന് പറഞ്ഞു. അവസാനം തിരുവനന്തപുരം DCC അംഗമായിട്ടുള്ള ജോസഫ് ഡിക്രൂസ് പടം പുറത്തു വിടുകയാണ്. എന്താണ് ആ പടം? അതായത് രാജീവ് ചന്ദ്രശേഖറിനടുത്ത് വേറെ ഒരു സ്ത്രീ ഇരിക്കുകയാണ്. ആ സ്ത്രീയുടെ തല വെട്ടി മാറ്റിയിട്ട് അവിടെ EP ഭാര്യയുടെ തല വെട്ടിക്കയറ്റി ഒരു മോർഫ് ചെയ്ത ചിത്രം. അതുപോലെ തന്നെ പല ചിത്രങ്ങളും, പല വ്യാജ ചിത്രങ്ങളും പുറത്തു വിടുകയാണ് ഇവർ. അതായത് EP ജയരാജൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാളുടെ തല വെട്ടി മാറ്റി അവിടെ സ്വപ്ന സുരേഷിൻ്റെ ചിത്രം സെറ്റ് ചെയ്തുകൊണ്ട് മോർഫ് ചെയ്യുന്നു. അങ്ങനെ വ്യാജ ചിത്രങ്ങൾ പടച്ചുവിട്ട്, വ്യാജ വാർത്തകൾ പടച്ചുവിട്ട് LDFനെ വലിയ രീതിയിൽ ഇവർ ആക്രമിക്കുകയാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആ ഡിക്രൂസിനെതിരെയൊക്കെ കേസെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വ്യാജ പ്രചരണങ്ങളിലൂടെ ജനങ്ങളെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും? അതാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വാ തുറന്നാൽ നുണ മാത്രം പറയുന്നവർ. അല്ലാതെ രാഷ്ട്രീയപരമായി, ആശയപരമായിട്ട് ഇവർക്ക് കീഴ്പ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കഴിഞ്ഞ തവണ ഇവിടുന്ന് 18 UDF MP-മാർ ജയിച്ച് ലോക്സഭയിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കേരളം കെഞ്ചിയില്ലേ? കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഒന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ടും നിങ്ങളൊന്ന് സംസാരിച്ചു. ആ TN പ്രതാപൻ മാത്രം സംസാരിച്ചു. എന്നിട്ട് TN പ്രതാപൻ എന്ത് സംഭവിച്ചു? തൃശ്ശൂരിൽ സീറ്റും കൊടുത്തില്ല. കേന്ദ്രത്തിനെതിരെ, മോദി സർക്കാരിനെതിരെ സംസാരിച്ചുകൊണ്ട് TN പ്രതാപന് സീറ്റില്ല. അവസാനം ജന്തർ മന്ദിറിൽ LDF ഒരു സമരം നടത്തി, ഒരു പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെ. ആ സമരത്തിലൊന്ന് പങ്കെടുക്കാൻ പറഞ്ഞിട്ട് സതീശനൊക്കെ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് പറ്റില്ല എന്ന്. കേന്ദ്രത്തിനെതിരെ, മോദിക്കെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങളില്ല എന്ന് തന്നെയല്ലേ അവർ പറഞ്ഞത്. ഈ UDFന്റെ സ്ഥാനാർത്ഥികളാണോ ഇനി അങ്ങോട്ട് ജയിച്ചു പോകേണ്ടത്? അല്ല, കേരളത്തിന് വേണ്ടി സംസാരിക്കുന്ന, കേരള ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന LDF സ്ഥാനാർത്ഥികളാണ് ജയിച്ചു പോകേണ്ടത്. അത് ജനങ്ങൾക്ക് നന്നായി അറിയാമെന്ന് ഇവർക്ക് തന്നെ അറിയാം. രാജ്യത്തെ സംബന്ധിക്കുന്ന ഏത് വിഷയങ്ങളിലും നിലയുറച്ച നിലപാട് സ്വീകരിക്കാൻ കഴിവുള്ള ഒരേ ഒരു നേതൃത്വം അത് LDF നേതൃത്വമാണെന്ന് നന്നായി തന്നെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും LDFന്റെ സ്റ്റേറ്റ്മെന്റുകൾ ജനങ്ങൾ ഇത് കൈനീട്ടി സ്വീകരിച്ചതാണ്. പൗരത്വ ഭേദഗതി ബില്ലിൽ, കർഷക ബില്ലിൽ തുടങ്ങി, മണിപ്പൂർ വിഷയത്തിൽ തുടങ്ങിയൊക്കെ ഇത്തരം ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്ന വിഷയങ്ങളിലൊക്കെ LDFന്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ അത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലപാട് തന്നെയായിരുന്നു. എന്നാൽ കോൺഗ്രസിനൊരു നിലപാടുണ്ടോ? കോൺഗ്രസിന്റെ നിലപാട് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ നിലപാടാണ്. എന്തായാലും ഇക്കുറി കെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന വൻമരം വീഴുമെന്നോർത്താണ് ഷാഫി പറമ്പിലിരിക്കുന്നത്. ഇമാതിരി ഗിമ്മിക്ക് നഴ്സറി കുട്ടികളുടെ പരിപാടിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് വിശ്വസിച്ച് ജനങ്ങൾ നമ്മുടെ ഷോഫിക്കാടൊപ്പം നിൽക്കുമെന്നാണ് ഷോഫി വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഷാഫിയുടെ എല്ലാ ധാരണയും വടകരക്കാർ മാറ്റിത്തരും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.